പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇനി മഴക്കാലമൊക്കെ അല്ലേ വരുന്നത്. മഴക്കാലത്ത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് ഞാൻ ചെയ്യുന്ന രീതിക്കുള്ള വളങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം മഴക്കാലത്ത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ വളങ്ങൾ ഖരരൂപത്തിലാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ ആണെങ്കിലും അതുവഴിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടാൻ താമസമാണ്. 1-2 മാസം അല്ലെ 1 മാസമൊക്കെ കൊണ്ടാണ് നമുക്ക് കമ്പോസ്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിന് ഞാൻ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറി വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ ഒരു വളം ഉണ്ടാക്കുന്നത് കാണിച്ചു. അങ്ങനെ തന്നെ ഞാൻ നല്ല രീതിക്ക് അടിച്ചെടുക്കും. ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് അടിച്ചെടുക്കാറുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ അതിനകത്ത് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ച്, കാര്യം എന്നാ വെച്ചാൽ എനിക്ക് മറ്റുള്ളതിന് ഒഴിച്ച് കൊടുക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങളെ ഇത് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റുകൾ എല്ലാം അടിച്ചെടുത്തിട്ട് അത് ആക്കിയെടുത്ത് അത് നല്ലൊരു ഇത് കണ്ടോ, ഇതിപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പഴത്തൊലി മാത്രമേ ഉള്ളൂ. പഴത്തൊലിയും കഞ്ഞിവെള്ളവും മാത്രം കേട്ടോ ഇത് ഇങ്ങനെ അടിച്ചെടുത്തു. അപ്പോൾ ഞാൻ ശരിക്കും ഇത് കൊണ്ടുവന്നത് ഇന്നെൻ്റെ പൂക്കാറായ എല്ലാത്തിനും പഴത്തൊലി ആയത് കാരണം ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാണ് കൊണ്ടുവന്നത്. അപ്പം ഞാൻ മഴക്കാലത്തേക്ക് ഞാൻ വെക്കുന്ന വളം ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ശരിക്കും ഞാൻ ചാക്കിനകത്തൊക്കെ താഴെ വീട്ടിൽ ചാക്കിനകത്തൊക്കെയാണ് വെക്കുന്നത്. അതിനകത്ത് ചാരവും ഇടാറുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്, ഇപ്പം ചാക്കാണെങ്കിൽ ചാക്ക് എടുത്തോളുക, എന്താണെങ്കിലും അതുപോലെയുള്ള സംഭവം ഇതെടുത്തോളുക. നല്ല ഉണങ്ങിയ മണ്ണ് ഇട്ട് കൊടുക്കുക. ഇനി ചകിരിച്ചോറുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ ഉണങ്ങിയ മണ്ണിനകത്തോട്ട് അന്നടിക്കുന്ന ഈ വളങ്ങൾ ഇത് ഈ ലിക്വിഡ് രൂപത്തിലുള്ള ഇത് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മൾ പച്ചക്കറിയൊക്കെ എടുക്കുന്ന ഈ ഒരു കപ്പിനുള്ള ഒരു വേസ്റ്റേ നമുക്ക് വരാറുള്ളൂ. ഇത് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും. വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണ ഞാൻ ചെയ്യുന്നതിൻ്റെ മുകളിലോട്ട് ശകലം ചാരം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ചാരവും കൂടി ഇട്ട് അവിടെ വെച്ചേക്കും. പിറ്റേ ദിവസം വീണ്ടും എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മണ്ണെടുത്ത്, അപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വരുമ്പോൾ ഇത് വറ്റി നന്നായിട്ടിരിക്കും. വീണ്ടും ഒരു കുറച്ച് മണ്ണിടും, അന്നത്തെ വേസ്റ്റ് അങ്ങനെ അതിനകത്ത് അടിച്ചൊഴിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 1.5 ആഴ്ച കൊണ്ട് ഈ ഒരു ചട്ടി നിറച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് തിരിച്ചെടുക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ചട്ടി ആയത് കാരണം ഇച്ചിരി കട്ടിപ്പായിരിക്കും, മണ്ണിന് നല്ല രീതിക്കുള്ള കട്ടിപ്പുണ്ടായിരിക്കും. അത് നമ്മൾ ഒരു ചാക്കിനകത്തോട്ട് കുടഞ്ഞിട്ടിട്ട് പൊട്ടിച്ചെടുത്താൽ മതി. നല്ലൊരു വളമാണ്. എന്നുവെച്ചാൽ മഴക്കാലത്ത് നമ്മൾക്ക് നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഈ ഖരരൂപത്തിലുള്ള ഈ വളം ഇട്ട് കൊടുത്താൽ അവർക്ക് വളർച്ചയും കിട്ടും. പിന്നെ നമ്മൾ ലിക്വിഡ് രൂപത്തിൽ ഒഴിക്കുന്ന വളങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഖരരൂപത്തിലാക്കി കൊടുക്കുന്നത്. എൻ്റെ രീതിക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് കേട്ടോ ഇങ്ങനെ. അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വളം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ എളുപ്പ വഴിക്ക് മഴക്കാലത്തേക്കുള്ള വളം ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം നഴ്സറി പോയപ്പോഴത്തേക്കും കുറച്ച് പച്ചക്കറി തൈകൾ വാങ്ങിയ കൂട്ടത്തിൽ ചീര വാങ്ങി. ഞാൻ വ്ളാത്താങ്കര ചീരയെന്നും പറഞ്ഞ് ഓൺലൈനിൽ വരുത്തിയതൊന്നും എനിക്ക് വ്ളാത്താങ്കര ചീരയല്ല കേട്ടോ കിട്ടിയത്. എനിക്ക് ആ പറയുന്ന രീതിക്കുള്ള ചുവപ്പോ അങ്ങനെയൊന്നും എനിക്ക് കിട്ടാൻ കാരണം ഞാൻ നഴ്സറി ചെന്നപ്പോൾ ഇങ്ങനെ ഇത് ഇരിക്കണം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് വ്ളാത്താങ്കര ആണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പറഞ്ഞു. വ്ളാത്താങ്കര എന്ന് പറഞ്ഞാണ് അവരെനിക്ക് തന്നത്. എന്തായാലും ഇത് വെച്ച് പിടിപ്പിക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും ഈ രൂപത്തിൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം എനിക്ക് കിട്ടിയല്ല. അപ്പം ഞാൻ ഇത് പെട്ടെന്ന് ഇതാക്കാൻ ചെയ്യുന്നത്, കഴിഞ്ഞ വർഷം ഞാനൊരു സുന്ദരി ചീര എന്ന് പറഞ്ഞ ചീര കൊണ്ടുവന്നിട്ട് ചുമ്മാ വെച്ച് അത് എനിക്ക് പിടിച്ചൊക്കെ കിട്ടി. പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോയത് കാരണം ഇതിനകത്ത് തന്നെ ഇരുന്ന് വലിയ ഇലകൾ വന്നു കഴിഞ്ഞ് ഞാൻ മാറ്റി നടുകയൊക്കെ ചെയ്ത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ഈ ചീരനെ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാമെന്ന്. ഞാനിങ്ങനെ ധൈര്യമായിട്ട് എടുത്തതെന്നാന്ന് പറഞ്ഞാൽ ഇന്നലെ അവർ ഇങ്ങനെ വേറൊരു ട്രെയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ വെച്ചാണ് എനിക്ക് തന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് എടുത്തത്. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ മേടിച്ച കുക്കുംബറിൻ്റെ തൈകളാണ് ഇത്. ഒരു 5 കുക്കുംബർ മേടിച്ചായിരുന്നു. അപ്പോൾ ആ വെച്ച ഈ പാത്രത്തിൻ്റെ ഒരു സൈഡിലോട്ട് ഞാനിത് കുഴിച്ചു വെക്കുവാണ്. ഇതിനടിയിൽ കരിയില കമ്പോസ്റ്റായിട്ട് ഇട്ടേക്കുന്നത്. ഇട്ട് ഇങ്ങനെ ഞാനിത് കുഴിച്ചു വെക്കുവാണ്. ഓരോന്നിലും ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്നതിൻ്റെ കാര്യം, ഇത് വളമൊക്കെ ഇട്ട മണ്ണാണല്ലോ. ഒരാഴ്ച കൊണ്ട് ഇതിന് നല്ല ഇലകൾ വന്ന് നമുക്കിത് പറിച്ച്
ഇതുപോലെ ഗ്രോ ബാഗുകളിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇപ്പം നമ്മളിത് ഓരോന്ന് നടത്തിയെടുക്കാൻ പോയാൽ ചിലപ്പോൾ ഇതിനകത്ത് മിക്കതും തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോവേ. ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇത് പിടിച്ചും കിട്ടും. വേറൊരു ചട്ടി നമ്മൾ എടുക്കുകയും വേണ്ട, ഗ്രോ ബാഗ് അങ്ങനെയൊന്നും എടുക്കുകയും വേണ്ട. ഈ കുക്കുംബറും തൈയല്ലേ, അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിന്നും പിടിച്ചു പോരും. ഒരാഴ്ച കഴിഞ്ഞ് മാറ്റി നടണം കേട്ടോ, ഇല്ലെങ്കിൽ ചീര കയറിപ്പോരും, കുക്കുംബർ അവിടെ നിൽക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒരു 2 ഇല പരുവം വരുമ്പോഴത്തേക്കും നമുക്ക് പറിച്ച് മാറ്റി നടാം. ഞാൻ അങ്ങനെ മാറ്റി നട്ട ചീരകളാണ് ഈ കാണുന്നതൊക്കെ. ഇങ്ങനെയല്ല, ഇത് സാധാ എനിക്കിവിടെ കിളുത്ത് വന്ന ചീരയാണ്. അപ്പോൾ ഇതിനകത്ത് വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മാത്രം എൻ്റെ കയ്യിലില്ലാത്ത കാരണം കണ്ടപ്പോൾ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ വെച്ച് നമ്മൾ നല്ല ഇലയാക്കി എടുത്തിട്ട് മാറ്റി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.